ജാനകിയുടെയും അഭിയുടെയും വീട് ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം. തുടക്കത്തിൽ തന്നെ കാണുവാൻ സാധിക്കുന്നത് രാധാമണിയെ തിരക്കി വീടിന്റെ ഓരോ മുക്കിലും മൂലയിലും അമ്മേ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്ന ജാനകിയാണ്. എന്നിട്ട് ജാനകി വന്ന് മേരിയമ്മയോട് പറയുന്നുണ്ട്, ഈ അമ്മയുടെ കാര്യം കൊണ്ട് ഞാൻ തോറ്റു, ഞാൻ മടുത്തു, എനിക്ക് വയ്യ ഇങ്ങനെ കൂടെ നടക്കാൻ. ഒരു റൂമിൽ നിന്നിറങ്ങി മറ്റൊരു റൂമിലേക്ക് കയറും, ഉടനെ പിന്നെയും അവിടെ നിന്നിറങ്ങി അടുത്ത റൂമിലേക്ക് പോകും. എന്താ തിരയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും മിണ്ടുകയുമില്ല. ഇങ്ങനെയുണ്ടോ മനുഷ്യർ? ഈ സമയത്ത് രാധാമണി അടുത്ത റൂമിൽ നിന്നും ഇറങ്ങി വരിക. ഇത് കണ്ടുകൊണ്ട് ജാനകി ദേഷ്യത്തോടെ പറയുക, ദേ വരുന്നുണ്ട്. ഉടനെ മേരിയമ്മ ചോദിക്കുകയാണ്, രാധാമണിയുടെ എന്തെങ്കിലും കളഞ്ഞു പോയോ? പറഞ്ഞാൽ ഞങ്ങളൂടെ നോക്കാം. ഇത് കേട്ടുകൊണ്ട് രാധാമണി ഒന്നും മിണ്ടാതെ അടുത്ത മുറിയിലേക്ക് പോവുകയാണ്. ഇത് കണ്ടുകൊണ്ട് ജാനകി പറയുക, ഇനിയിപ്പം അവിടെയും ഇരിപ്പുറയ്ക്കാതെയാവും. ഞാൻ എന്തായാലും വാതിൽ കുറ്റിയിട്ടിരിക്കുന്നത് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവില്ല. അപ്പോൾ മേരിയമ്മ, മോളെ, എനിക്ക് തോന്നുന്നത് രാധാമണി പൊന്നൂനെയാണ് അന്വേഷിക്കുന്നതെന്നാണ്. അത് സത്യമാണോ മേരിയമ്മേ? അതിനുള്ള ഓർമ്മ അമ്മയ്ക്കുണ്ടോ? മോള് പൊന്നൂൻ്റെ ഒരു ഫോട്ടോ എടുത്തൊന്ന് രാധാമണിയെ കാണിച്ചു നോക്ക്. പൊന്നുവിനെ തന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ രാധാമണിയുടെ മുഖം അപ്പോൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ. ഇത് കേട്ടുകൊണ്ട് ജാനകി തൻ്റെ ഫോണിനകത്തുനിന്നും പൊന്നൂൻ്റെ ഫോട്ടോ എടുക്കുമ്പോഴേക്കും പെട്ടെന്ന് അടുത്ത മുറിയിൽ നിന്നും രാധാമണി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. മേരിയമ്മ പറയുന്നുണ്ട്, മോളെ, ദേ വരുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് ഉടൻ തന്നെ ജാനകി രാധാമണിയെ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുകയാണ്, അമ്മ പൊന്നൂനെയാണോ അന്വേഷിക്കുന്നത്? ദേ നോക്ക്, പൊന്നുവാണിത്. ഈ ഫോട്ടോ കണ്ടപ്പോഴേക്കും രാധാമണി പെട്ടെന്ന് സൂക്ഷിച്ചു നോക്കി നിന്നിട്ട് ആ ഫോൺ അങ്ങ് വാങ്ങുകയാണ്. എന്നിട്ട് പൊന്നുവിൻ്റെ ഫോട്ടോയിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി ചിരിയോടുകൂടി ആ ഫോണുമായിട്ട് രാധാമണി അങ്ങ് മടങ്ങി പോവുകയാണ് മുറിയിലേക്ക്. ഇത് കണ്ട് ഒരു ഞെട്ടലോടെ രാധാമണി മേരിയമ്മയോട് പറയുകയാണ്, മേരിയമ്മേ, അമ്മ അന്വേഷിച്ച് നടന്നത് എൻ്റെ മോളെയാണ്. ഞാൻ പറഞ്ഞില്ലേ മോളെ, ഇരിപ്പുറയ്ക്കാതെയുള്ള ഈ ഓട്ടം പൊന്നു എവിടെയെങ്കിലും പാത്തിരിക്കുന്നുണ്ടോ എന്ന് നോക്കി അന്വേഷിച്ച് നടക്കുന്നതാണ്. മേരിയമ്മേ, ഇത് നല്ലൊരു മാറ്റമല്ലേ? അമ്മയ്ക്ക് തിരിച്ചറിവ് വന്നു തുടങ്ങിയെന്നല്ലേ കരുതേണ്ടത്? അത് കേട്ടിട്ട് മേരിയമ്മ പറയുകയാണ്, മോൾക്ക് മോളുടെ അമ്മയെ പതിയെ തിരിച്ചു കിട്ടും മോളെ. അതിൻ്റെ ലക്ഷണങ്ങളൊക്കെയാണ് ഈ കാണിച്ചു തുടങ്ങുന്നത്. ഇത് കേട്ടുകൊണ്ട് ജാനകി വലിയ പ്രതീക്ഷയിലും ഒപ്പം സന്തോഷത്തിലും അങ്ങനെ അനന്തതയിലേക്ക് നോക്കി നിൽക്കുകയാണ്. തുടർന്ന് കാണുന്നത് വിശ്വനാഥൻ തമ്പിയെയാണ്. വിശ്വനാഥൻ തമ്പി തൻ്റെ സ്വസ്ഥത മുഴുവൻ നഷ്ടപ്പെട്ട് അങ്ങനെ ഒറ്റയ്ക്കിരിക്കുകയാണ്. ഈ സമയത്ത് സേനൻ്റെ കോള് വരുന്നുണ്ട്. പെട്ടെന്നൊരു അങ്കലാപ്പോടുകൂടി ഫോൺ എടുത്തിട്ട് തമ്പി പറയുകയാണ്, പറ സേന, എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയോ? തൻ്റെ വിളിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ സേനൻ, താൻ തന്ന നമ്പർ പൂനെയിലുള്ള ഒരാളുടേതാണ്. അത് ശരി, അപ്പോൾ അവൻ വന്നത് മുംബൈയിൽ നിന്ന് തന്നെയാണ് അല്ലേ? എടോ, സിം ആരുടെ പേരിലാടോ? സംശയിക്കണ്ട, സിം എടുത്തിരിക്കുന്നത് വിശ്വൻ എന്ന ഒരാളുടെ പേരിൽ നിന്ന് തന്നെയാണ്. അഡ്രസ്സുമുണ്ട്. അവിടെയുള്ള ഒരു ചേരിയിലെ വിലാസമാണ്. അത്രയും ദൂരമൊക്കെ അന്വേഷിച്ചു പോയിട്ട് എന്തു പ്രയോജനമാണുള്ളത്? ആ ചേരി കവർ ചെയ്യാൻ തന്നെ ദിവസങ്ങൾ എടുക്കേണ്ടി വരും. എടോ, ഇതിൻ്റെ പിൻപിൽ അബിയുടെ കളിയില്ലെന്നാണോ താൻ പറയുന്നത്? എടോ, താൻ ഇപ്പോഴും അതിൻ്റെ പിൻപിൽ തൂങ്ങിക്കിടക്കുകയാണോ? അബിക്ക് എവിടുന്ന് കിട്ടിയടോ രാധാമണി വാരസിയുടെ ഇപ്പോഴത്തെ ഫോട്ടോ? അതെങ്കിലും ചിന്തിക്കാനുള്ള കോമൺ സെൻസ് തനിക്കില്ലേ? ആ സിം ഇവിടെ ഓണായ സ്ഥലം കൃത്യമായിട്ട് ഞാൻ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഹോട്ടലിലൊക്കെ ഞാൻ വിളിച്ച് അന്വേഷിക്കുകയും ചെയ്തു. നിന്നെ വിറ്റ കാശ് നിന്റെ മോൻ്റെ കയ്യിലുണ്ട് തമ്പി. അവൻ വന്നിരിക്കുന്നത് മുംബൈയിൽ നിന്ന് തന്നെയാണ്. എടോ, അബിക്ക് പോലും അവൻ പിടികൊടുത്തിട്ടില്ല. 1-ാം നമ്പർ ക്രിമിനലാണവൻ. അപ്പോൾ പരിഭ്രമത്തോടെ തമ്പി ചോദിക്കുകയാണ്, എടോ, എന്താടോ ഇനി ഞാൻ ചെയ്യേണ്ടത്? താൻ അല്പം ഒന്ന് കാത്തിരിക്കുക. അവൻ്റെ കോൾ വന്നാൽ ആ സമയം തന്നെ നിങ്ങൾ എന്നെ അറിയിക്കുക. അതിൽ കൂടുതലൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. എൻ്റെ അന്വേഷണത്തിന് ലിമിറ്റുണ്ട്. എടോ, അബിയുടെ അറിവോടുകൂടി എൻ്റെ മോളെ കാണുവാൻ അവൻ അളകാപുരിയിൽ കയറി ചെല്ലുമോന്നാണ് എൻ്റെ പേടി. എങ്കിൽ ഞാൻ തീർന്നു സേന, തീർന്നു. അതും സംഭവിക്കാം. കാരണം തൻ്റെ മോനല്ലേ, തൻ്റെ ജീനല്ലേ. ഇപ്പോൾ താൻ തന്നെ പേടിക്കേണ്ട അവസ്ഥയാണ്. ഇത് കേൾക്കുമ്പോൾ തമ്പി വല്ലാത്തൊരു വേദനയോടുകൂടി സേന എന്ന് നീട്ടി വിളിക്കുമ്പോൾ സേനൻ പറയുകയാണ്, താൻ എന്നെ വിളിച്ച് കരഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. തന്ത്രപൂർവമായിട്ട് അവനെ കുരുക്കാൻ നോക്ക്. എന്നിട്ട് എന്നെ വിളിക്കേ. താൻ അവൻ്റെ ഒരു ഫോട്ടോ എങ്ങനെയെങ്കിലും എൻ്റെ കയ്യിൽ എത്തിച്ചതാ. അല്ലാതെ ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ? ഇത്രയും പറഞ്ഞ് ഫോൺ സേനൻ കട്ട് ചെയ്യുകയാണ്. സേനനും ഫോൺ കട്ട് ചെയ്തപ്പോൾ വിശ്വനാഥൻ തമ്പി പറയുകയാണ്, സേനനും കൈമലർത്തി, ആ വിശ്വൻ എന്നെയും കൊണ്ടേ പോകൂ. ഇത് പറഞ്ഞുകൊണ്ട് വിഷണ്ണനായിരിക്കുകയാണ് തമ്പി. തുടർന്ന് കാണിക്കുന്നത് സുമംഗലാമ്മയാണ്. സുമംഗലാമ്മ കരുണാലയത്തിൽ ഇരുന്നുകൊണ്ട് പാത്രം കഴുകുകയാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ട് നളിനി അവിടേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, സുമംഗലാമ്മ എന്തിനാണ് ഇതൊക്കെ കഴുകി വെക്കുന്നത്? ഞാൻ ചെയ്യില്ലേ? ആ മാഡം പറഞ്ഞത് നീയും കേട്ടില്ലേ? ആരോരുമില്ലാത്തവളായി പോയില്ലേ ഞാൻ? ഇവരൊക്കെ പറയുന്ന പണികൾ ചെയ്യാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ കയ്യിലിരിക്കുന്ന പാത്രം വാങ്ങിയിട്ട് നളിനി പറയുകയാണ്, ഞാൻ നിങ്ങളെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ സുമംഗലാമ്മ പറയുകയാണ്, എനിക്ക് ഇത്രയും പ്രായമായില്ലേ നളിനി, എന്നെക്കൊണ്ട് ഇവിടുത്തെ പണികളൊക്കെ എടുപ്പിക്കുന്നതിൻ്റെ ശിക്ഷ
എൻ്റെ കൊച്ചുമക്കൾക്കും പ്രഭാവതിക്കും കിട്ടാതിരിക്കുമോ? എന്ത് ശിക്ഷ കിട്ടാനാ സുമംഗലാമേ? നിങ്ങൾ ചെയ്തതിൻ്റെയൊക്കെ കണക്കുകൾ കൂട്ടിക്കുറച്ച് നോക്കിയാൽ നിങ്ങൾക്കുള്ള ശിക്ഷ ഇതിലൊന്നും ഒതുങ്ങില്ല. നിങ്ങൾക്ക് ഇപ്പോഴും ഒരു കുറ്റബോധവും വരാത്തതിലാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത്. നിങ്ങൾ എന്നെ അളകാപുരിയിൽ വെച്ച് ഏതെല്ലാം തരത്തിൽ ദ്രോഹിച്ചിട്ടുണ്ട്. ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ വേദന കാണുമ്പോൾ ഞാനതെല്ലാം അങ്ങ് മറക്കുകയാണ്. എന്നാൽ അത്തരത്തിലുള്ള ചിന്തകളൊന്നും നിങ്ങളെ തൊട്ട് തീണ്ടിയിട്ടില്ല. ഇന്നലെ രാത്രിയിൽ നിങ്ങൾ അഭിസാറിനെയും ജാനകിയെയും പഴിക്കുന്നത് കേട്ടു. അവരാണോ സത്യത്തിൽ നിങ്ങൾക്ക് ഈ വിധി വാങ്ങി തന്നത്? നിങ്ങളുടെ കുബുദ്ധി കാരണം അവർക്ക് ആ വീടും വിടേണ്ടി വന്നു. നളിനി ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ശോശാമ്മ വന്നിട്ട് പറയുകയാണ്, നളിനി, ഓഫീസിലെ ഫോണിൽ ആരോ വിളിക്കുന്നുണ്ട്, വീട്ടിൽ നിന്നാവും. അപ്പോൾ നളിനി, വീട്ടിൽ നിന്നാണെങ്കിൽ എൻ്റെ ഫോണിൽ വിളിക്കില്ലേ? ഏയ്, വീട്ടിൽ നിന്ന് ആരും ആയിരിക്കില്ല. ഓഫീസിലെ ഫോണിൽ എന്നെ വിളിക്കാൻ ആരാണുള്ളത്? അതൊന്നും എനിക്കറിയില്ല. നളിനിയോട് അങ്ങോട്ട് ചെല്ലാൻ മാഡം പറഞ്ഞു. നളിനി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോഴേക്കും ശോശാമ്മ അവിടേക്ക് വന്നിരുന്നിട്ട് ആ പാത്രം എടുത്ത് കഴുകാൻ തുടങ്ങുകയാണ്. സുമംഗലാമ്മേ, ഞാൻ കഴുകിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് വലിയ കോപത്തോടു കൂടി സുമംഗല ആ പാത്രം പിടിച്ചു പറിച്ചുകൊണ്ട് പറയുകയാണ്, ഒരുത്തിയുടെയും ഔദാര്യം എനിക്ക് വേണ്ട. അപ്പോൾ ശോശാമ്മ ചോദിക്കുകയാണ്, ഇപ്പോൾ കിച്ചണിലെ പണിയും സുമംഗലാമ്മയ്ക്കായോ? എൻ്റെ മക്കളൊന്നും ലണ്ടനിലും അമേരിക്കയിലും ഇല്ല. മാസാമാസം വലിയൊരു തുക ഇങ്ങോട്ട് അയച്ചു കൊടുക്കാൻ. ദേ, എൻ്റെ വായിലിരിക്കുന്നത് കേൾക്കാതെ ശോശാമ്മ ഇങ്ങോട്ട് പോകാൻ നോക്ക്. ഇത് കേട്ടുകൊണ്ട് ശോശാമ്മ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അപ്പോൾ വീണ്ടും പാത്രമെടുത്ത് കഴുകിക്കൊണ്ട് സുമംഗലാമ്മ പറയുകയാണ്, ഞാനിതൊക്കെ ചെയ്യുന്നത് നിനക്ക് ദൈവശിക്ഷ കിട്ടാൻ തന്നെയാണ് പ്രഭാവതി. നീ നിന്റെ മക്കളുമുണ്ടല്ലോ, ഗുണം പിടിക്കത്തില്ലടി. തുടർന്ന് കാണുന്നത് ഓഫീസിലേക്ക് നളിനി വന്ന് ഫോൺ അറ്റൻഡ് ചെയ്യുന്ന കാഴ്ചയാണ്. ഉടനെ മറുതലക്കിൽ നിന്നും ചോദ്യം വരികയാണ്, നളിനിയല്ലേ? അതെ, ആരാ നിങ്ങൾ? ഞാൻ അളകാപുരിയിൽ നിന്നും അഭിറാമാണ്. അയ്യോ, എന്താ അഭിസാറേ? ആ, മുത്തശ്ശിക്ക് അവിടെ സുഖമാണോ എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അവർക്കവിടെ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. നളിനി അവിടെ ഉള്ളതാണ് എനിക്കും ജാനകിക്കും ഒരാശ്വാസം ഇപ്പോഴുള്ളത്. സാറേ, നിങ്ങളുടെ കാര്യം ഞാൻ സുമംഗലാമ്മയോട് പറയാറുണ്ട്. പക്ഷേ എന്തു ചെയ്യാനാ, ഇവിടെ വന്നിട്ടും അവരുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. ഇവിടെയുള്ള ആർക്കും അവരെ കണ്ടുകൂടാ. അവരിപ്പോഴും പഴയ ലോകത്ത് തന്നെയാണ് ജീവിക്കുന്നത്. എന്തെങ്കിലും ഒരു മാറ്റം വരുമെന്ന് ചിന്തിച്ച എൻ്റെ പ്രതീക്ഷയൊക്കെ പോയി. അപ്പോൾ അഭി ചോദിക്കുകയാണ്, ഭക്ഷണവും താമസവും ഒക്കെ നല്ലതല്ലേ? അപ്പോൾ നളിനി, നേരത്തെ അങ്ങനെയൊക്കെ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിലാണ്. ഭക്ഷണത്തിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ സാറിനറിയാമല്ലോ, മാസാമാസം നല്ലൊരു തുക കൊടുത്തിട്ടാണ് മക്കൾ അച്ഛനമ്മമാരെ ഇവിടെ കൊണ്ടുവന്ന് താമസിക്കുവാൻ നിർത്തുന്നത്. തമ്പിസാറ് തുക തരാമെന്ന് പറഞ്ഞെങ്കിലും അതൊന്നും ഉണ്ടായില്ല. അനാഥാലയത്തിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചതുപോലെയാണ് അങ്ങേരും മോളും പോയത്. ഇത് അനാഥാലയമൊന്നുമല്ലെന്ന് അഭിസാറിന് അറിയില്ലേ? കാശ് കൊടുക്കാത്തത് കൊണ്ട് ഇപ്പോഴത്തെ സുമംഗലാമ്മയുടെ അവസ്ഥ വളരെ കഷ്ടത്തിലാണ് സാറേ. കിടക്കാൻ നല്ലൊരു റൂം പോലുമില്ല. അവരുടെ ചിലവിന് വേണ്ടി കുറച്ച് പണം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ റൂമിനകത്തുനിന്ന് സുമംഗലാമ്മയ്ക്ക് ഒരു മോചനം കിട്ടുമായിരുന്നു. ഇത് കേട്ടിട്ട് അഭി പറയുകയാണ്, മുത്തശ്ശിയുടെ ആവശ്യത്തിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. പക്ഷേ നല്ല താമസവും ഭക്ഷണവും പരിചരണവും അവർക്ക് ലഭിക്കണം. പിന്നെ ഞാൻ വിളിച്ച കാര്യമൊന്നും നളിനി അവരോട് പറയണ്ട. ഇല്ല സാറേ, ഞാൻ പറയില്ല. ആ, അപ്പോൾ വേണ്ടത് ചെയ്തിട്ട് ഞാൻ ഉടൻ തന്നെ നളിനിയെ വിളിച്ചോളാം. ഇത് പറഞ്ഞ് അഭി ഫോൺ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് കാണുന്ന കാഴ്ച അളകാപുരിയിലേതാണ്. ഇരുണ്ട് മൂടിക്കിടക്കുന്ന സൂര്യനാരായണന്റെ മുറിയിലേക്ക് പ്രഭാവതി മെല്ലെ കയറി ചെല്ലുകയാണ് കതക് തുറന്ന്. തുടർന്ന് ആ ശൂന്യമായ കിടക്കയിലേക്ക് പ്രഭാവതി കണ്ണോടിക്കുമ്പോൾ സൂര്യനാരായണൻ അവിടെ കിടന്ന് പറഞ്ഞ പഴയ കാര്യങ്ങളൊക്കെ പ്രഭാവതിയുടെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. സൂര്യനാരായണൻ പറയുകയാണ്, ഞാൻ ഈ വീട്ടിലേക്ക് മടങ്ങി വന്നത് നിനക്കിഷ്ടമായില്ല അല്ലേ? നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ മടങ്ങി വന്നതിന് ഞാൻ എന്ത് ഇഷ്ടക്കേട് കാണിക്കാനാ? ഞാനല്ലേ ഇപ്പോൾ ഇവിടെ ഒരു അധികപ്പറ്റായിരിക്കുന്നത്. ഏതു നിമിഷവും എന്നെ ഇവിടെ നാട്ടിയിറക്കാം. അപ്പോൾ സൂര്യ പറയുകയാണ്, ആരാണ് അത് ചെയ്യാൻ തയ്യാറാകുന്നത് എന്നുകൂടി നീ പറയണം. ഇപ്പോഴത്തെ നിന്റെ പെരുമാറ്റം സ്വത്ത് മനസ്സിൽ വെച്ചുകൊണ്ടാണ്. നമ്മൾ തമ്മിലുള്ള ബന്ധം പണത്തിൻ്റെത് മാത്രമാണോ പ്രഭേ? തുടർന്ന് ആ മുറിയിലെ ലൈറ്റ് ഇട്ടതിനു ശേഷം കിടക്കക്കരിയിലേക്ക് വിതുമ്പിക്കൊണ്ട് പ്രഭാവതി വരികയാണ്. അപ്പോൾ സൂര്യനാരായണന്റെ ശബ്ദം വീണ്ടും പ്രതിധ്വനിക്കുകയാ. നീ ഒരു തവണ ഹോസ്പിറ്റലിൽ വന്നിരുന്നു. അത് എൻ്റെ സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടിയായിരുന്നില്ല. സ്വത്ത് എത്രയും വേഗം ഷെയർ ചെയ്യണം എന്നുള്ള ആഗ്രഹവുമായിട്ടായിരുന്നു. അപ്പോൾ പ്രഭാവതിയുടെ ശബ്ദം പ്രതിധ്വനിക്കുകയാണ്, ഞാനൊരു ഭാര്യയാണ് എന്നുള്ള ചിന്ത പോകട്ടെ, നിങ്ങളുടെ 3 മക്കളുടെ അമ്മയാണ് എന്നുള്ള പരിഗണന പോലും നിങ്ങൾ എനിക്ക് തന്നില്ല. നിങ്ങളുടെ കാലശേഷം ഈ വീട്ടിൽ എനിക്കുള്ള വില എന്താണ്? അഭിക്കും ജാനകിക്കും ഞാനിനി ആരാണ്? തുടർന്ന് സൂര്യനാരായണന്റെ ഫോട്ടോ കയ്യിലെടുത്ത് വിതുമ്പുന്ന സമയത്ത് പ്രഭാവതിയുടെ ശബ്ദം വീണ്ടും അങ്ങനെ പ്രതിധ്വനിക്കുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം അഭി എൻ്റെ മകനല്ല എന്ന്. അതുകൊണ്ട് എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞേ തീരൂ. തുടർന്ന് ജാനകി പറഞ്ഞ വാക്കുകൾ
പ്രഭാവതിയുടെ മനസ്സിലേക്ക് ഇരച്ചു കയറി വരികയാണ്. ജാനകി പറയുകയാണ്, അന്ന് രാത്രിയിൽ അച്ഛനെ ഒന്ന് പോയി കാണുവാൻ ഞാൻ അമ്മയോട് കെഞ്ചി പറഞ്ഞു. അമ്മ വരുമെന്നുള്ള പ്രതീക്ഷ ഞാൻ അച്ഛന് കൊടുക്കുകയും ചെയ്തു. അത് കേട്ടപ്പോൾ അമ്മയെ കാണാനാകുമെന്നുള്ള ആ പ്രതീക്ഷ അച്ഛൻ്റെ മുഖത്ത് ഞാൻ വീണ്ടും കണ്ടു. തുടർന്ന് പ്രഭാവതി സൂര്യനാരായണൻ്റെ ഫോട്ടോ മാർവിൽ അടുക്കി പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. വീണ്ടും തൻ്റെ ഉള്ളിലേക്ക് ഓർമ്മകൾ വരികയാണ്. അജയ് പറയുന്ന വാക്കുകൾ. അച്ഛൻ മരിച്ചുപോയ രാത്രിയിൽ ഒരാവശ്യത്തിനു വേണ്ടി ഞാൻ താഴേക്ക് ചെന്നപ്പോൾ ഒരു കാഴ്ച ഞാൻ കണ്ടു. ഇവിടെ എല്ലാവരും ആ സമയത്ത് നല്ല ഉറക്കത്തിലായിരുന്നു. അച്ഛൻ തൻ്റെ മുറിയിൽ നിന്നും ഇറങ്ങി അമ്മയുടെ മുറിയിലേക്ക് കയറിപ്പോകുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. തുടർന്ന് വീണ്ടും ആ ഫോട്ടോയിലേക്ക് നോക്കി പ്രഭാവതി വിതുമ്പുമ്പോൾ പിന്നെയും സൂര്യനാരായണൻ്റെ ശബ്ദം തൻ്റെ കാതിൽ വന്ന് മുഴങ്ങുകയാണ്. ഒരു ഭാര്യ, അമ്മ, കുടുംബിനി, ഈ നിലയിലൊന്നും നിനക്ക് ഉയരാൻ കഴിഞ്ഞില്ല പ്രഭേ. ഇതൊക്കെ ഓർത്തുകൊണ്ട് തേങ്ങിക്കരഞ്ഞ് പ്രഭ ആ മുറിക്കകത്ത് തന്നെ നിൽക്കുകയാണ്. തുടർന്ന് കാണുന്നത് ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റൽ ഡോക്ടറുടെ അരികിൽ ജാനകി നിൽക്കുകയാണ്. തൊട്ടപ്പുറത്തുള്ള വരാന്തയിൽ മേരിയമ്മയും ജാനകിയുടെ അമ്മയുമുണ്ട്. ജാനകി പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഡോക്ടർ പറയുകയാണ്, കുഞ്ഞിനെ കണ്ടപ്പോഴുള്ള അമ്മയുടെ ഈ മാറ്റം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു പോസിറ്റീവ് സൈനാണ്. ഒരു കുഞ്ഞിൻ്റെ മനസ്സാണ് അമ്മയ്ക്ക് ഇപ്പോഴുള്ളത്. അത് കേട്ടുകൊണ്ട് ജാനകി, ഡോക്ടർ പറയുന്നത് സത്യം തന്നെയാണ്. പൊന്നുവിനെ ഒരു കൂട്ടുകാരിയെ പോലെയാണ് അമ്മ ഇപ്പോൾ കാണുന്നത്. പൊന്നു ആണെങ്കിൽ അമ്മയെ ഒരു നിമിഷം വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല. പൊന്നുവിനെ കണ്ടതിന് ശേഷമാണ് അമ്മ ചെറുതായിട്ടെങ്കിലും ഒന്ന് ചിരിക്കാൻ തുടങ്ങിയത്. ഇനി അമ്മ ഒരു വാക്കൊന്ന് സംസാരിച്ച് കേട്ടാൽ മതി എനിക്ക്. ഒരു വാക്കല്ല, നന്നായിട്ട് സംസാരിച്ച് തുടങ്ങുന്ന അവസ്ഥയിലേക്ക് നമുക്ക് അമ്മയെ കൊണ്ടുവരാൻ പറ്റും. അല്ല, തമ്പിയുടെ ഫോട്ടോ അമ്മയെ കാണിച്ചിട്ട് എന്തായിരുന്നു റിയാക്ഷൻ? ഡോക്ടറെ, ആ ഫോട്ടോ കണ്ടിട്ട് അമ്മ അയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ചിലപ്പോൾ അയാൾ പഴയ രൂപത്തിൽ അല്ലാത്തത് കൊണ്ടായിരിക്കും. ഇനിയിപ്പോൾ എൻ്റെ മുൻപിലുള്ള ഏക പ്രതീക്ഷ എൻ്റെ മോളാണ്. അവൾ വീട്ടിലേക്ക് പോയതിനു ശേഷം എല്ലാ മുറികളിലും അമ്മ അവളെ തിരഞ്ഞു നടക്കുകയായിരുന്നു. എന്താണ് അമ്മ അന്വേഷിക്കുന്നതെന്ന് ചോദിക്കുന്നതിന് മറുപടി മാത്രമില്ല. പൊന്നുവിനെയാണോ അമ്മ അന്വേഷിക്കുന്നതെന്ന് ചോദിച്ചിട്ടും ഉത്തരമില്ല. അത് കേട്ടിട്ട് ഡോക്ടർ പറയുകയാണ്, അമ്മയോടൊപ്പം നിങ്ങളെല്ലാവരും താമസിക്കുകയാണ് വേണ്ടത്. അമ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള യാത്രയിൽ ജാനകിയുടെ മകൾ ഒരു നിർണായക ഘടകമാണ്. മോളെ കൂടി ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അവളുടെ പഠനം മുടങ്ങുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എങ്കിലും അമ്മ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മോളുമായിട്ടല്ലേ. അതുകൊണ്ട് ജാനകി ഹസ്ബൻഡിനോട് സംസാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ വേണ്ടത് ചെയ്യാൻ നോക്കണം. ഇത് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് നടന്നു നീങ്ങുകയാണ്. തുടർന്ന് ജാനകി അമ്മയെയും മേരിയമ്മയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. തുടർന്ന് ആശുപത്രിയുടെ പുറത്തെത്തിയതിനു ശേഷം ജാനകി തൻ്റെ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് ദാഹിക്കുന്നുണ്ടോ? വെള്ളം വേണോ അമ്മേ? ഇത് കേട്ടിട്ട് യാതൊരു ഭാവപ്രകടനങ്ങളും ഇല്ലാതെ മുൻപോട്ട് നടക്കുന്ന രാധാമണിയെ പിടിച്ചു നിർത്തിയിട്ട് ജാനകി വെള്ളത്തിൻ്റെ ബോട്ടിലെടുത്ത് കയ്യിൽ കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ ബോട്ടിൽ വാങ്ങി വെള്ളം കുടിച്ചതിന് ശേഷം രാധാമണി ആ ബോട്ടിൽ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ അങ്ങനെ വിജനതയിലേക്ക് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അമ്മേ, ആ ബോട്ടിലിങ്ങി താ. പക്ഷേ രാധാമണി അതിൽ മുറുക്ക പിടിച്ചിരിക്കുകയാണ്. ഇതെന്തു സ്വഭാവം അമ്മേ? അമ്മയ്ക്ക് വെള്ളം വേണമായിരുന്നെങ്കിൽ എന്നോട് പറയാമായിരുന്നല്ലോ. വെള്ളം കുടിച്ചു കഴിഞ്ഞില്ലേ, കുപ്പി ഇങ്ങി താമ്മേ. ഇത് പറഞ്ഞിട്ടും ആ കുപ്പിയിൽ അവർ മുറുക്ക പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അമ്മേ, കുപ്പി വിടമ്മേ, അമ്മ വെള്ളം കുടിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ മേരിയമ്മയും പറയുന്നുണ്ട്, രാധാമണി, ആ കുപ്പി അങ്ങ് കൊടുക്ക്. ഈ സമയത്ത് യാന്ത്രികമായി എന്നവണ്ണം രാധാമണി ആ കുപ്പിയിൽ നിന്നുള്ള പിടിവിടുകയാണ്. തുടർന്ന് ചുറ്റുപാടുകളിലേക്കൊക്കെ നോക്കിയതിനു ശേഷം ജാനകി പറയുകയാണ്, ഒരു ഓട്ടോ വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എന്നിട്ട് വീണ്ടും വാമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ പിടിച്ച് മുൻപോട്ട് രാധാമണിയുമായിട്ട് ജാനകി നടന്നു വരികയാണ്. ആ സമയത്ത് ഒരു ഓട്ടോ പെട്ടെന്ന് അവരുടെ മുൻപിൽ വന്ന് നിൽക്കുന്നുണ്ട്. ആ ഓട്ടോയിൽ നിന്നും ആൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അതിൽ കയറി മടങ്ങിപ്പോകുവാൻ വേണ്ടി ജാനകി തൻ്റെ അമ്മയുടെ കൈ പിടിച്ച് മെല്ലെ മുൻപോട്ട് നടക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഒരു കാറിൽ ആ ഹോസ്പിറ്റലിൻ്റെ വാതിക്കലേക്ക് മറ്റൊരാൾ വന്നു നിൽക്കുകയാണ്. അയാൾ കാറിൽ നിന്നിറങ്ങുമ്പോൾ ജാനകിയെയും അമ്മയെയും മേരിയമ്മയുമാണ് കാണുന്നത്. ജാനകിയെ കണ്ട മാത്രയിൽ അയാളൊന്ന് അമ്പരക്കുന്നുണ്ട്. തുടർന്ന് അയാൾ അല്പനിമിഷം ജാനകിയെ തന്നെ ഇമവെട്ടാതെ നോക്കി നിൽക്കുകയാണ്. ഈ സമയത്ത് ഇതൊന്നും കാണാതെ മെല്ലെ ജാനകി അമ്മയുടെ കൈ പിടിച്ച് ഓട്ടോയിലേക്ക് വന്നു കയറുകയും തുടർന്ന് ഓട്ടോ മുൻപോട്ട് ഓടിച്ചു പോവുകയും ചെയ്യുകയാണ്. വണ്ടി മുൻപോട്ട് വിട്ടുകഴിഞ്ഞപ്പോഴേക്കും അയാൾ വണ്ടിയുടെ പിന്നാലെ നിർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് കൈയടിച്ചുകൊണ്ട് ഓടി ചെല്ലുകയാണ്. പക്ഷേ അപ്പോഴേക്കും ഓട്ടോ വിട്ടുപോയി കഴിഞ്ഞിരുന്നു. ഈ സമയത്ത് തൻ്റെ ഡ്രൈവർ പുറകിന് നകുലേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് ഓടി വരികയാണ്. ഉടൻ തന്നെ സർവ്വശക്തിയും എടുത്ത് തൻ്റെ ഡ്രൈവറെ മാറട എന്ന് പറഞ്ഞ് തള്ളി ദൂരേക്ക് അകറ്റിയിട്ട് അയാൾ ഓടിപ്പോയി കാറിൽ കയറുകയാണ്. തൊട്ടു പുറകിന് തന്നെ ഡ്രൈവറും ഓടി ചെല്ലുകയാണ്. എന്തു പറ്റി നകുലേട്ടാ, ഉള്ള കാര്യം പറ, മാറി നിൽക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വീണ്ടും തൻ്റെ ഡ്രൈവറെ പിടിച്ചു തള്ളിയിട്ട് കാറ് വളരെ വേഗത്തിൽ മുൻപോട്ട് ഓടിച്ചു പോവുകയാണ് ആ ഓട്ടോ പോയ ദിശയിലേക്ക് തന്നെ. തുടർന്ന് കാണുന്നത് ജാനകി തൻ്റെ അമ്മയും മേരിയമ്മയും കൂട്ടിക്കൊണ്ട് അവർ താമസിക്കുന്ന വീട്ടിൽ ചെന്നിറങ്ങുകയും ഓട്ടോക്കാരന് കാശ് കൊടുത്ത് പറഞ്ഞു വിടുകയും ചെയ്യുകയാണ്. എന്നാൽ ഇവരെവിടേക്കാണ് പോയത് എന്നറിയാതെ ആ വഴിയിൽ കൂടി തന്നെ ആ കാറുമായിട്ട് ഈ നകുലൻ എന്ന് പറഞ്ഞ വ്യക്തിയും എത്തുന്നുണ്ട്. തുടർന്ന് കാണുന്നത് അയാൾ ജാനകി താമസിക്കുന്ന വീടിൻ്റെ വാതിൽക്കൽ കൂടി കവർ ചെയ്ത് കുറേ വണ്ടി ഓടിച്ച് മുൻപോട്ട് പോകുന്ന കാഴ്ചയാണ്.
കുറച്ചേറെ ഡ്രൈവ് ചെയ്തു പോയതിനു ശേഷം ഒരു സ്ഥലത്ത് അയാൾ വണ്ടി ഒതുക്കിയിട്ട് ചാടി ഇറങ്ങുകയാണ്. തുടർന്ന് വിജനമായ വഴിയിൽ നിന്നുകൊണ്ട് ജാനകിയെ കാണാൻ കഴിയാത്തതിലുള്ള നിരാശയിൽ അയാൾ വണ്ടിയിൽ ആഞ്ഞടിക്കുകയും അലറിക്കൊണ്ട് ഒരു ഭ്രാന്തനെ പോലെ എന്തൊക്കെയോ ആക്രോശിക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് അയാൾ അലറിക്കൊണ്ട് വിളിക്കുകയാണ്, എവിടെ, അവൾ എവിടെ? ഈ വഴി തന്നെയാണ് അവൾ പോയത്, പക്ഷേ അവൾ മിസ്സിംഗ് ആയി. ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ദൂരെ നിന്നൊരു ഓട്ടോറിക്ഷ വരുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് പെട്ടെന്നൊരു ഭ്രാന്തമായ ചിരിയോടുകൂടി, ആ വാ വാ ജാനകി വാ, ഇത് പറഞ്ഞുകൊണ്ട് രണ്ട് കൈയും വിരിച്ച് അയാൾ റോഡിന്റെ നടുവിൽ അങ്ങനെ നിൽക്കുകയാണ്. ഓട്ടോ അടുത്തു വന്നപ്പോൾ അയാൾ റോഡിന്റെ നടുവിൽ നിന്നുകൊണ്ട് തന്നെ ഓട്ടോ തടഞ്ഞങ്ങ് നിർത്തുകയാണ്. ഈ സമയത്ത് പെട്ടെന്ന് താൻ കാണുന്നത് തൻ്റെ ഡ്രൈവർ ആ ഓട്ടോയിൽ നിന്നും ചാടി പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ്. എന്നിട്ട് അയാൾ ചോദിക്കുകയാണ്, നകുലേട്ടാ നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചത്? എടാ നീയായിരുന്നോ? എടാ ഞാൻ അവളെ കണ്ടടാ, അവളെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഞാൻ മറക്കുമെടാ. നകുലേട്ടാ നിങ്ങൾ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഇവിടെ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത്? നിങ്ങൾ വന്ന് വണ്ടിയിൽ കയറ്. എടാ അവൾ മിസ്സായടാ, എന്നാലും ഞാൻ അവളെ കണ്ടുപിടിക്കുവടാ. അവൾ ഇപ്പോൾ മിസ്സായി, പക്ഷേ അവൾ ഇവിടെ തന്നെ ഉണ്ടടാ. ജാനകി ഇവിടെ തന്നെയുണ്ട്, ഞാൻ അവളെ കണ്ടുപിടിക്കുവടാ. അയാൾ വീണ്ടും കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് പറയുകയാണ്, നകുലേട്ടാ വന്ന് വണ്ടിയിൽ കയറ്. എടാ നീ എൻ്റെ കൂടെയാണോ വന്നത്? അല്ലല്ലോ, നീ വന്ന വഴിക്ക് പോടാ. ചേട്ടാ ദയവ് ഇത് വണ്ടിയിലോട്ടൊന്ന് കയറ്, റോഡ് കിടന്ന് അലമ്പുണ്ടാക്കാതെ. എടാ നീ പോടാ, ഇന്ന് എൻ്റെ ദിവസമാടാ, ഇന്ന് നകുലൻ്റെ ദിവസമാ. ഇനി ഈ ജീവിതത്തിൽ ഒരിക്കലും കാണില്ല എന്ന് കരുതിയവളെ ഞാൻ കണ്ടടാ. ഞാൻ അവളെ അന്വേഷിച്ച് നടക്കുമ്പോൾ അവളെ എൻ്റെ മുൻപിൽ വന്നു പെട്ടു. വർഷം 7 കഴിഞ്ഞടാ, എന്നും ഞാൻ അവളെ കാണുന്നുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. അതേടാ, ഈ നകുലൻ്റെ മനസ്സിൽ ഞാൻ അവളെ എന്നും കാണുന്നുണ്ടായിരുന്നു. എടീ എവിടെ പോയാലും ഞാൻ നിന്നെ കണ്ടുപിടിക്കും. എന്നെ വിട്ടു പോകാൻ നിനക്ക് പറ്റില്ലടി. നിന്നെ ഞാൻ കണ്ടുപിടിക്കും, നിന്നെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഇത് പറഞ്ഞുകൊണ്ടൊരു ഭ്രാന്തമായ ചിരിയോടുകൂടി അയാൾ റോഡിൽ നിന്നങ്ങനെ ആഘോഷിക്കുകയാണ്. തുടർന്ന് കാണുന്നത് നാളത്തെ പ്രൊമോയാണ്. അബിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് തമ്പി പറയുകയാണ്, എടാ നീ കളിക്കുന്നതേ തമ്പിയോടാ. നിങ്ങളോട് കളിക്കാൻ ഞാൻ ഇറങ്ങിയിട്ടില്ല തമ്പി. ഞാൻ ഇറങ്ങിയാലേ നിങ്ങളത് താങ്ങില്ല. രാധാമണി വാരസ്യരുടെ മകൻ എന്നും പറഞ്ഞ് അബി ഒരുത്തനെയും കൊണ്ടുവരാൻ നിൽക്കില്ല. പക്ഷേ ഞാൻ കൊണ്ടുവരാൻ പോകുന്നത് സാക്ഷാൽ രാധാമണി വാരസ്യരെ തന്നെയായിരിക്കും. തുടർന്ന് അജയുടെ മുഖത്ത് നോക്കി നിരഞ്ജന സംസാരിക്കുകയാണ്. ജാനകിയെടുത്ത് എനിക്ക് കാണിച്ചു തന്നത് ശരിയായ വഴി തന്നെയാണ്. അതെ, നിരഞ്ജന സഞ്ചരിക്കേണ്ട വഴി. ഇപ്പൊ ഞാൻ ശരിക്കും ഹാപ്പിയാ. ഇതിൽ കൂടുതൽ എനിക്കിനി എന്താ വേണ്ടത്? തുടർന്ന് കാണുന്നത് ജാനകിയുടെ കൈവിരലിൽ മുറുകെ പിടിച്ചിരിക്കുന്ന